മറ്റൊന്ന് പൊന്നാനിയിൽ ചെരുപ്പ് കടയുടെ മറവിൽ ലഹരി വിൽപ്പന. ചമ്രവട്ടം ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന കട കേന്ദ്രീകരിച്ചായിരുന്നു ലഹരി കൈമാറ്റം നടത്തി വന്നിരുന്നത്. പൊന്നാനി സ്വദേശിയായ അൻസാറിനെയും കൂട്ടാളിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്നും 0.75 ഗ്രാം MDMA പിടിച്ചെടുത്തു. ലഹരി വിൽപ്പനയെക്കുറിച്ച് പോലീസിൽ വിവരം നൽകിയതിന്റെ പേരിൽ വീട് കയറി ആക്രമിച്ച കേസിലും വധശ്രമ കേസിലും ഇവർ പ്രതികളാണ്. മുബഷീർ പി അക്ബർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മുബഷീർ, എന്തെങ്കിലും ഒരു കടയൊക്കെ തുറന്നിട്ടിരിക്കും, പക്ഷേ അതിന്റെ പിന്നിലൂടെ നടക്കുന്നത് ഇത്തരത്തിലുള്ള ലഹരി ഇടപാടുകളാണ്. ഈ 0.75 ഗ്രാം MDMA എന്ന് പറഞ്ഞാലും നമുക്കറിയാം അതിന്റെ വില, അല്ലെങ്കിൽ അത് എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത്. എങ്ങനെയാണ് ഇവരെ കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുന്നത്? അവരിലേക്ക് എത്താൻ കഴിഞ്ഞത് എങ്ങനെ? സ്വാഭാവികമായിട്ടും ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമുള്ളത് കൊണ്ട് തന്നെ ഈ പ്രതികളെ പോലീസ് നേരത്തെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അങ്ങനെ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ സ്ഥാപനത്തിൽ, അതായത് ഇവരുടെ സ്ഥാപനമായുള്ള ചെരുപ്പ് കടയിൽ പോലീസ് പരിശോധന നടത്തുന്നത്. അങ്ങനെയാണ് ഇവരിൽ നിന്നും നിരോധിത ലഹരി പദാർത്ഥമായിട്ടുള്ള MDMA പിടികൂടുന്നത്. റോഷ്നി, നേരത്തെയും സമാനമായ രീതിയിൽ ലഹരി കേസുകളിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികളാണ്. കേസിൽ കട നടത്തിപ്പുകാരനായിട്ടുള്ള പൊന്നാനി 66 എന്ന് പറയുന്ന മേഖലയിലെ ഉന്നതിയിലുള്ള പടിഞ്ഞാറെ വളപ്പിൽ അൻസാർ 32 വയസ്സുള്ള വ്യക്തിയെയും അതോടൊപ്പം തന്നെ കൂട്ടുപ്രതിയായിട്ട് അച്ചുവീട്ടിൽ അൻസാർ 30 വയസ്സുള്ള 2 വ്യക്തികളെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ പുറത്തു വന്ന ഫോട്ടോയിലൊക്കെ തന്നെ ചിരിച്ചുകൊണ്ടാണ് ഈ പ്രതികൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം തന്നെ കൂസലുണ്ടാക്കുന്നതല്ല. ഇനിയും ജാമ്യം കിട്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഇവർ ഇറങ്ങുമെന്നുള്ളതാണ് ഈ സംഭവം തെളിയിക്കുന്നത്. കാരണം സമാനമായ രീതിയിൽ നേരത്തെയും കേസുകളുണ്ടായിരുന്നു. കപ്പ കേസിൽ ഉൾപ്പെട്ട പ്രതിയാണ്. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട വിവരം പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് വീട്ടുകാരെ തന്നെ ആക്രമിച്ച കേസിൽ ഉൾപ്പെടെ പ്രതിയാണ് ഈ സംഘം എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് വിവിധയിടങ്ങളിൽ മലപ്പുറം ജില്ലയിൽ വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തി വരുന്നുണ്ട്. അതിനിടയിൽ കൂടിയാണ് പൊന്നാനിയിൽ വെച്ച് ഈ സംഘത്തെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ മേഖലയിൽ ഉൾപ്പെടെ, അതായത് മലപ്പുറത്തിന്റെ തീരദേശ മേഖല ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധനകൾ ശക്തമാക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. റോഷ്നി, ശരി. മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.